ഞാൻ പറയാം, എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം. എന്നെ ഒന്നും ചെയ്യാതിരുന്നാൽ മതി. വിക്കി അയാൾ പറഞ്ഞപ്പോൾ സഞ്ജയുടെ കൈ അയയുന്നുണ്ടായിരുന്നു. എങ്കിൽ വേഗം പറ, എന്ത് സംഭവിച്ചത് എന്ന് സഞ്ജയ് പറഞ്ഞു. അയാൾ ശക്തിയായി ഒന്ന് ചുമച്ച ശേഷം പറഞ്ഞു തുടങ്ങി. അത് മല്ലിക കുറേ കാലങ്ങളായിട്ട് എന്നെ കാണാൻ ഇവിടെ വരുന്നുണ്ടായിരുന്നു. അതായത് കുഞ്ഞിൻ്റെ അച്ഛനുമായിട്ടുള്ള വിവാഹത്തിന് മുൻപ് തന്നെ എനിക്ക് മല്ലികയെ അറിയാമായിരുന്നു. അയാൾ പറഞ്ഞതൊക്കെ ശ്രദ്ധയോടെ തന്നെ അവൻ കേട്ടിരുന്നു. മല്ലികയുടെ ജാതകം എഴുതിയത് ഞാനാണ്. അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന്. അന്ന് അവരാരും അത് വിശ്വസിച്ചില്ല. പിന്നീട് വിവാഹം കഴിഞ്ഞ സമയത്ത് കുട്ടികൾ ഉണ്ടാവാതെ ആദ്യത്തെ ഭർത്താവ് മല്ലികയെ ഉപേക്ഷിച്ചപ്പോൾ തന്നെ ജാതകത്തിലെ കാര്യം സത്യമാണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് വിവാഹശേഷം പിന്നീട് മല്ലിക എന്നെ കാണാൻ വരുന്നത്. 2 വിവാഹയോഗം അവർക്കുണ്ട് എന്നും ആ ജാതകത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാനത് പറഞ്ഞതിൻ്റെ പിറ്റേ ആഴ്ച തന്നെ മോൻ്റെ അച്ഛൻ മല്ലികയെ പെണ്ണ് കാണാനായിട്ട് വന്നു. ആ വിവാഹം പെട്ടെന്ന് തന്നെ ഉറപ്പിക്കുകയും ചെയ്തു. അതോടെ ജാതകത്തിൽ അവരുടെ വിശ്വാസം വർദ്ധിച്ചു. പലതരത്തിലുള്ള പൂജകൾ വിവാഹശേഷം കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി അവർ നടത്തി. ഒരു കുഞ്ഞിന് വേണ്ടി അത്രത്തോളം അവർ ദാഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും അവർക്കൊരു അമ്മയാവാൻ സാധിക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി. കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ഭാര്യയായി ആ വീട്ടിലേക്ക് വരുമ്പോൾ അവർക്കാകെ ഉണ്ടായിരുന്ന ആശ്വാസം അവിടെ മോനുണ്ടല്ലോ എന്നതായിരുന്നു. പിന്നീട് കുട്ടികളില്ല എന്നുള്ള അവരുടെ ഒരു സങ്കടം മാറിയത് മോനെ വളർത്തിയതിലൂടെയാണ്. മോൻ്റെ കളിച്ചിരികളും അവരൊരു പ്രത്യേക സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ തുടങ്ങി. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മോനെ കൊണ്ട് ഇവിടെ വന്നു. ജാതകം നോക്കാൻ തുടങ്ങി. പതുക്കെ മല്ലിക വരാതെയായി. അപ്പോഴേക്ക് ഞാൻ വിചാരിച്ചു വലിയ പണക്കാരി ആയതുകൊണ്ട് ഇനി ഇതിലൊന്നും വിശ്വാസമില്ലാത്തത് കൊണ്ട് വരാത്തതാണെന്ന്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് അവരവിടേക്ക് വന്നത്. ആ സമയത്ത് അവരുടെ ആവശ്യം തൻ്റെ ഭർത്താവിൻ്റെ ആയുസ് ഇനി എത്ര കാലമുണ്ടെന്ന് അറിയണമെന്നതായിരുന്നു. ജോത്സ്യൻ്റെ ആ വാക്കിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നു സഞ്ജയ്. ആയുർദൈർഘ്യം കൂടുതലുള്ള ജാതകമാണ് അയാളുടേതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ മല്ലികയുടെ മുഖം മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അയാൾ മരണപ്പെടണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഒന്നും പറയാതെ അവർ പോയി. പിറ്റേ ആഴ്ച ഞാൻ അറിയുന്നത് കുഞ്ഞിൻ്റെ അച്ഛൻ മരണപ്പെട്ടു എന്നതാണ്. എനിക്ക് എന്തൊക്കെ സംശയങ്ങൾ തോന്നി. ഞാൻ മല്ലികയെ വിളിച്ച് എൻ്റെ സംശയങ്ങൾ അവരോട് പറഞ്ഞു. മാത്രമല്ല ഇത്തിരി ബുദ്ധിമുട്ടിലായിരുന്നത് കൊണ്ട് തന്നെ മല്ലികയെ ഒന്ന് ഭയപ്പെടുത്തണമെന്ന് ഞാൻ കരുതി. ഞാൻ മഷിയിട്ട് നോക്കിയപ്പോൾ മല്ലികയാണ് ഭർത്താവിൻ്റെ മരണത്തിന് കാരണമെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെന്ന് വെറുതെ അവരോട് പറഞ്ഞു. വെറുതെ ഞാനൊന്ന് എറിഞ്ഞു നോക്കിയതാ. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ അവരെന്നെ വിശ്വസിച്ചു. അപ്പോൾ തന്നെ അവരിവിടെ ഓടി വന്നു. ഈ വിവരം മറ്റാരും അറിയരുതെന്നും അതിനുവേണ്ടി എന്തു ചെയ്യുമെന്നും അവർ പറഞ്ഞു. എനിക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഒരു 2 ലക്ഷം രൂപയാണ് ഞാൻ ചോദിച്ചത്. അത് അന്ന് തന്നെ അവരെനിക്ക് തരുകയും ചെയ്തു. എന്തിനാണ് അവർ അത് ചെയ്തത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ കാര്യം ഇപ്പോൾ ഞാൻ അറിയിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. എനിക്കത് അറിയാനാണ് പ്രയാസമെന്ന് കുറച്ചുകൂടി ശക്തമായി ചോദിച്ചപ്പോഴാണ് കഴിക്കുന്ന മരുന്നിൻ്റെ ഡോസ് കൂട്ടിക്കൊടുത്തതാണ് ഭർത്താവിനെ ഈ ലോകത്തിൽ നിന്നും അവർ പറഞ്ഞയച്ചത് എന്ന് എന്നോട് പറഞ്ഞത്. ജോത്സ്യൻ്റെ ഈ വെളിപ്പെടുത്തലിൽ ഞെട്ടിപ്പോവുകയായിരുന്നു സഞ്ജയ് ചെയ്തത്. തന്നെ തീർത്തും അനാഥയാക്കിയത് ആയിരുന്നു എന്ന തിരിച്ചറിവ് അവനെ വല്ലാത്തൊരു കോപത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചിരുന്നു. തന്നെ ജീവനെ പോലെ സ്നേഹിച്ചിരുന്ന അച്ഛനെ എന്തിനായിരുന്നു അവർ ഇല്ലാതാക്കിയത്? എന്തിനായിരുന്നു എൻ്റെ അച്ഛൻ അവരില്ലാതാക്കിയത്? സ്വത്തിന് വേണ്ടിയോ പണത്തിനു വേണ്ടിയോ എന്തിനു വേണ്ടിയായിരുന്നു അത്? സഞ്ജയ് ഇടറി തുടങ്ങി. ആ കാരണമാണ് വിചിത്രം. ഞാനും വിചാരിച്ചത് അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ സമ്പത്തും സൗഭാഗ്യങ്ങളുമൊക്കെ കണ്ട് മല്ലിക ഭർത്താവിനെ ഇല്ലാതാക്കിയതാണെന്ന്. പക്ഷേ ജ്യോത്സ്യത്തിൽ അങ്ങേയറ്റം വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ എന്നോട് അവർ തുറന്നു പറഞ്ഞു. ഭർത്താവിനെ ഇല്ലാതാക്കാനുള്ള അവരുടെ കാരണം എന്തായിരുന്നു? ആ കാരണം വേദനയോടെ സഞ്ജയ് ചോദിച്ചു. കുഞ്ഞായിരുന്നു അതിനുള്ള കാരണം. ഞാനോ? ജ്യോത്സ്യൻ്റെ വെളിപ്പെടുത്തൽ വല്ലാതെ ഞെട്ടിപ്പോയിരുന്നു സഞ്ജയ്. മല്ലികയേക്കാൾ കൂടുതൽ മോനെ ആരും സ്നേഹിക്കരുതെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. മോൻ്റെ അച്ഛൻ പോലും ആദ്യമൊക്കെ കുട്ടി ഇല്ലാതായിരുന്ന സമയത്ത് ഒരമ്മയുടെ സ്വാർത്ഥതയായിട്ട് ഞാനത് കണ്ടത്. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല, ഭ്രാന്തമായ തരത്തിലുള്ളൊരു സ്നേഹമാണ് മോനോട് മല്ലികയ്ക്കുള്ളത്. ആ സ്നേഹം പങ്കുവെക്കാൻ പാടില്ലെന്ന് മല്ലിക ആഗ്രഹിച്ചു. മോൻ്റെ വിവാഹം മോൻ്റെ അച്ഛൻ നടത്തുന്നു എന്ന് കണ്ടതോടെ മല്ലിക്ക് പരിഭ്രാന്തിയായി. വന്നു കയറുന്ന പെൺകുട്ടി മോനിൽ കൂടുതൽ ആധിപത്യം നേടുമെന്നും അതിലൂടെ മല്ലിക മോൻ്റെ ജീവിതത്തിൽ ഒന്നും ആവാതെയാകുമെന്നും അവർ ഭയപ്പെട്ടു. ഭാര്യയും കുടുംബവും ഒക്കെ ആകുമ്പോൾ രണ്ടാനമ്മയോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമെന്നും പതിയെ മല്ലികയിൽ നിന്നും മോൻ അകന്നു പോകുമെന്നും അവരുടെ മനസ്സ് വല്ലാതെ ഭയപ്പെട്ടിരുന്നു. കുറച്ചു കാലം വിവാഹാലോചനകളൊന്നും വരാതിരിക്കാനാണ് ആദ്യം മോൻ്റെ അച്ഛനെ തന്നെ ഇല്ലാതാക്കാൻ മല്ലിക ശ്രമിച്ചത്. അല്ലെങ്കിൽ മോൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയും മോൻ്റെ വിവാഹം നടത്തുമെന്ന് വിശ്വാസമായിരിക്കും.
പിന്നീട് മല്ലിക എൻ്റെ അരികിൽ വന്നത് കുറ്റസമ്മതങ്ങൾക്ക് വേണ്ടിയായിരുന്നു. മോന് വേണ്ടി കണ്ടുപിടിച്ച 2 പെൺകുട്ടികളെയും ഇല്ലാതാക്കിയത് മല്ലികയായിരുന്നു. അതിനു പിന്നിൽ മല്ലികയുടെ ബുദ്ധിയായിരുന്നു. ആദ്യത്തെ പെൺകുട്ടി മരിച്ചതല്ല, വിഷസർപ്പത്തെ ആ കുട്ടിയെ കൊണ്ട് കൊത്തിച്ചതാണ്. ആർക്കും സംശയം തോന്നാതിരിക്കാൻ വേണ്ടി കാവൽ വെച്ച് തന്നെ കയ്യിലുണ്ടായിരുന്ന പണം ഉപയോഗിച്ച് മല്ലിക അത് ചെയ്തു. ഒരു രാത്രി പോലും ആ പെൺകുട്ടിക്കൊപ്പം സഞ്ജയ് ജീവിക്കരുതെന്ന് നിർബന്ധം അവർക്കുണ്ടായിരുന്നു. കാരണം ഒരു രാത്രിയെങ്കിലും ഒരു പെൺകുട്ടിക്കൊപ്പം സഞ്ജയ് ജീവിച്ചാൽ ആ ഓർമ്മകൾ പോലും ആ പെൺകുട്ടിയുമായി അവനെ അടുപ്പിക്കുമെന്നും അത് മല്ലികയോടുള്ള ഇഷ്ടത്തിന് കുറവാകുമെന്നും അവർ ഭയപ്പെട്ടു. പിന്നീട് മോൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് കണ്ട് സഹതാപം തോന്നിയാണ് വീണ്ടും വിവാഹം ആലോചിക്കുന്നത്. പക്ഷേ കാര്യത്തോടടുത്തപ്പോൾ മല്ലികയ്ക്ക് ഭയമായി. അങ്ങനെ 2ാമത്തെ വിവാഹത്തിന് ശേഷം കാർ ആക്സിഡന്റ് വഴി ആ പെൺകുട്ടിയെ ഇല്ലാതാക്കിയപ്പോൾ പ്രത്യേകം തൻ്റെ അനുയായികളോട് മല്ലിക പറഞ്ഞത് സഞ്ജയുടെ ദേഹത്തൊരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല എന്നാണ്. സഞ്ജയ് മറ്റൊരാളുടേതാകുന്നത് മല്ലിക സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അടുത്ത സമയത്ത് മല്ലിക ഇവിടെ വന്നിരുന്നു. ഓഫീസിലുള്ള ഒരു കുട്ടിയെ സഞ്ജയ് ഇഷ്ടമാണെന്നും ആ കുട്ടിയെ വിവാഹം കഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ മരിക്കുമെന്നും സഞ്ജയ് പറഞ്ഞു എന്ന് പറഞ്ഞ് ആ ദിവസത്തെക്കുറിച്ച് ജ്യോത്സ്യനോർത്തു. അന്ന് വളരെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു മല്ലിക എന്നെ കാണാൻ വന്നത്. അതിനുശേഷം അവർ എന്നോട് പറഞ്ഞത് സഞ്ജയ്ക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നാണ്. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. സഞ്ജയുടെ സ്വഭാവം ഞാൻ ഒരുപാട് അറിഞ്ഞിരുന്നു. അങ്ങനെയുള്ള താൻ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുമെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ അവരോട് എടുത്തു ചോദിച്ചു, പ്രണയമാണോ എന്ന്. അപ്പോഴാണ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണെന്നും ആ കുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് സഞ്ജയ് ആഗ്രഹിക്കുന്നുണ്ടെന്നും അവരെന്നോട് പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ കാരണം ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം നഷ്ടപ്പെടുന്നത് എന്നെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഞാൻ മല്ലികയോട് ആദ്യമായിട്ട് സഞ്ജയ്ക്ക് വേണ്ടി സംസാരിച്ചു. മല്ലിക, നിങ്ങൾക്ക് പ്രായമായി വരികയാണ്. നിങ്ങൾ ജീവന് തുല്യം നിങ്ങളെ മകനെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ഇത്രയും കാലം പൊതിഞ്ഞു പിടിച്ചില്ലേ? നിങ്ങളുടെ കാലം കഴിയുമ്പോൾ അവൻ അനാഥനായി ജീവിക്കുന്നതിലും നല്ലത് അവനൊരു കുടുംബം ഉണ്ടാകുന്നതല്ലേ? അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഇനി വിവാഹത്തിന് മല്ലിക യാതൊരു തടസ്സങ്ങൾ ഉണ്ടാക്കരുത്. ഒന്നും അറിയാത്ത 2 പെൺകുട്ടികളെ മല്ലിക മരണത്തിന് വിട്ടുകൊടുത്തു. ആ ശാപം ഈ ജന്മം നിങ്ങളെ വിട്ടു പോകില്ല. അത് സഞ്ജയുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാനെങ്കിലും ഇനി അയാളെ സ്വതന്ത്രനാക്കി വിടണം. നിങ്ങൾക്ക് സഞ്ജയോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അയാളുടെ ജീവിതം, അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ ആലോചിക്കണ്ട. എന്തൊക്കെ പറഞ്ഞാലും സഞ്ജയും ആഗ്രഹിക്കുന്നുണ്ടാകും ഒരു കുടുംബജീവിതം. അയാളുടെ വാക്കുകൾ മല്ലിക അസ്വസ്ഥതയായി. അവനേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ അവനൊരു കൂട്ട് വേണമെന്ന് ജ്യോത്സ്യൻ പറഞ്ഞതുപോലെ ഞാൻ അവനോട് ചെയ്ത് മാപ്പർഹിക്കാത്തൊരു തെറ്റാണെന്ന് എനിക്കറിയാം. ഓരോ നിമിഷവും കുറ്റബോധത്തോടെയാണ് ഞാൻ എൻ്റെ സഞ്ജുവിൻ്റെ മുൻപിൽ നിൽക്കുന്നത്. ഞാൻ തന്നെ അവൻ്റെ വിവാഹം നടത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതായിരുന്നു. ഒരു പെൺകുട്ടിയെയും കണ്ടുപിടിക്കാമെന്ന് തീരുമാനിച്ചതാ. ഞാൻ കണ്ടുപിടിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ അവൻ ആ കുട്ടിയുമായിട്ട് അടുക്കാൻ തന്നെ ഒരുപാട് സമയം വേണ്ടിവരും. അതുകൊണ്ട് തന്നെ എൻ്റെ മകൻ ഒരിക്കലും എന്നിൽ നിന്ന് അകന്നു പോകില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ ഇത് അവനായിട്ട് കണ്ടുപിടിച്ച പെൺകുട്ടിയാ. അതുകൊണ്ട് തന്നെ ഇഷ്ടവും സ്നേഹവുമൊക്കെ അല്പം കൂടുതൽ ആ കുട്ടിയോട് സഞ്ജുവിനെ കാണില്ലേ? പിന്നെ എനിക്ക് എന്ത് വിലയാണ് അവിടെ ഉണ്ടാവാൻ പോകുന്നത്? ഈ വിവാഹം കൂടി മാത്രം ജ്യോത്സ്യനെ എങ്ങനെയെങ്കിലും മുടക്കണം, അവർ കേണു പറഞ്ഞു. മല്ലിക, എന്താ ഈ പറയുന്നത്? വളരെയധികം ക്രൂരമായ രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അയാളെ ഇനിയെങ്കിലും അയാളുടെ സ്വാതന്ത്ര്യത്തിൽ വിടാനാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ജ്യോത്സ്യരെ, ഒട്ടും വൈകാതെ തന്നെ അവൻ്റെ വിവാഹം ഞാൻ നടത്തും. പക്ഷേ ഈ കുട്ടി വേണ്ട. അയാൾക്ക് കൂടി ഇഷ്ടപ്പെടുന്ന ഈ കുട്ടി തന്നെ ആളുടെ ജീവിതത്തിലേക്ക് വരുന്നതല്ലേ നല്ലത്? അത് ശരിയാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നവൻ എന്നോട് പറഞ്ഞത് ആ കുട്ടിക്ക് വേണ്ടി അവൻ മരിക്കാൻ പോലും തയ്യാറാണെന്നാണ്. അത്രയും സ്നേഹം അവൻ ആ കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ പിന്നെ എൻ്റെ കാര്യം ജ്യോത്സ്യരൊന്ന് ഓർത്തു നോക്ക്. അവനൊരു വിവാഹം കഴിക്കണം, ഞാനത് നന്നായി തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും വരുന്ന പെൺകുട്ടിയെ എന്നേക്കാൾ കൂടുതൽ അവൻ സ്നേഹിക്കാൻ പാടില്ല. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അവനായിട്ട് കണ്ടെത്തുന്ന പെൺകുട്ടിയാകുമ്പോൾ സ്നേഹം കൂടുതൽ ആ കുട്ടിയോട് തന്നെയായിരിക്കും. ഞാനായിട്ട് കണ്ടെത്തുന്ന കുട്ടിയാകുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. നിങ്ങൾ കണ്ടെത്തുന്ന വിവാഹത്തിന് അവൻ സമ്മതമല്ലെങ്കിലോ, അങ്ങനെ ഒരു വിവാഹത്തിന് അവൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ എങ്ങനെയെങ്കിലും അവനെ സമ്മതിപ്പിക്കും. അത് മാത്രമേ ചെയ്യാനിപ്പോൾ സാധിക്കുകയുള്ളൂ. എങ്കിൽ പിന്നെ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ തന്നെ സഞ്ജയോട് നേരിട്ട് പറ. അപ്പോൾ സഞ്ജയ് മനസ്സിലാക്കിക്കോളും. എന്താണെങ്കിലും ഞാനില്ല ഇനി അയാളുടെ ജീവിതം നശിപ്പിക്കാൻ. എന്നെക്കൊണ്ട് പറ്റില്ല മല്ലിക.
ഇനി ആവശ്യം പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. ഇപ്പോൾ തന്നെ ഞാൻ ഒരുപാട് കുറ്റബോധം അനുഭവിക്കുന്നുണ്ട്. ഞാൻ കാരണം ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതമാണ് നശിക്കുന്നത്. എനിക്കുണ്ടൊരു മകൻ. നാളെ ഞാൻ കാരണം അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഞാൻ ഈ ചെയ്തതിൻ്റെയൊക്കെ ശിക്ഷ എൻ്റെ കുട്ടിയാണ് അനുഭവിക്കുന്നത്. എങ്കിൽ മനസ്സമാധാനത്തോടെ മരിക്കാൻ പോലും എനിക്ക് സാധിക്കില്ല. ഒരു പരിധി കഴിഞ്ഞ സ്വന്തം അമ്മയാണെങ്കിൽ പോലും ആൺകുട്ടികൾ അവരിൽ നിന്നും അകന്നു തുടങ്ങും. അവരുടെ ജീവിതത്തിനും ഭാര്യയ്ക്കും പ്രാധാന്യം കൽപ്പിച്ചു തുടങ്ങും. അതൊരു തെറ്റല്ല, അത് ഈ ലോകത്തിൻ്റെ നിയമമാണ്. മകനെ ഇങ്ങനെ നിങ്ങളുടെ മടിത്തട്ടിൽ തന്നെ നിർത്തണമെന്ന് പറഞ്ഞാൽ അത് ശരിയായ കാര്യമല്ല. അതും അവൻ്റെ ജീവിതം തകർത്തുകൊണ്ട്. എന്തു വന്നാലും ഇനി ഇക്കാര്യത്തിൽ എന്നെ മല്ലിക കൂട്ടുപിടിക്കേണ്ട. ഞാൻ ഒരിക്കലും ഇനി ഇതിന് കൂട്ടു നിൽക്കില്ല. ഇനി എന്നെ ഇക്കാര്യത്തിൽ നിർബന്ധിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് സഞ്ജയോട് തുറന്നു പറയേണ്ടി വരും. ഈ ആവശ്യം പറഞ്ഞ് ഇനി മല്ലിക ഇങ്ങോട്ട് വരണ്ട. അത്രയും പറഞ്ഞ് ഞാൻ കയറി പോവുകയാണ് ചെയ്തത്. പിന്നെ മല്ലിക എന്തെങ്കിലും ചെയ്തോ എന്ന് പോലും എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ എൻ്റെ ജീവന് പോലും ആപത്തുണ്ടാക്കുമെന്ന് ഞാൻ ഭയന്നിരുന്നു. ഒരു പക്ഷേ എന്നെ അവർ ഇല്ലാതാക്കിയാലോ എന്ന് ഞാൻ പേടിച്ചു. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. മല്ലിക പിന്നെ എന്നെ വിളിച്ചിട്ടില്ല. സ്വന്തമായ രീതിയിൽ അവരെന്തെങ്കിലും ചെയ്തു കാണുമെന്ന് വിചാരിച്ചു. എനിക്ക് കുറച്ചെങ്കിലും സമാധാനം കിട്ടിയെന്ന് പറയുന്നതാണ് സത്യം. ജോത്സ്യർ പറഞ്ഞു നിർത്തിയപ്പോൾ എന്തു മറുപടി പറയണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു സഞ്ജയ്. സ്നേഹം കൊണ്ട് ചില ആളുകൾക്ക് ഭ്രാന്താവാറുണ്ട്. മല്ലിക അത്തരമൊരു അവസ്ഥയിലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. സഞ്ജയോടുള്ള സ്നേഹം അവരെ ഒരു ഭ്രാന്തിയാക്കി മാറ്റിയിരുന്നു. ആ സ്നേഹം പകുത്തു പോകാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. നിങ്ങൾ സ്നേഹിച്ച പെൺകുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ മരിക്കാൻ പോലും തയ്യാറാണെന്ന് അവരോട് തുറന്നു പറഞ്ഞപ്പോൾ അവർക്ക് പിന്നെ അവിടെ സ്ഥാനമില്ലെന്നും ആ സ്ഥാനം സ്വന്തമാക്കിയത് ആ പെൺകുട്ടിയാണെന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വന്നു. പിന്നെ അത് അവളോടുള്ള ദേഷ്യമായി. അവൾ ഒരിക്കലും തൻ്റെ ഭാര്യ ആവരുതെന്ന് അവർ ആഗ്രഹിച്ചു. ഇതിനൊക്കെ ഞാൻ എന്തു മറുപടിയാണ് പറയേണ്ടത്? എനിക്കറിയില്ല ജോത്സ്യരെ. അവൻ തലയിൽ കൈവച്ച്. പെട്ടെന്നാണ് സഞ്ജയുടെ ഫോൺ ബെല്ലടിച്ചത്. നോക്കിയപ്പോൾ രാമേട്ടനാണ്. മല്ലികയെക്കുറിച്ച് തിരക്കുവാൻ വേണ്ടി ജോത്സ്യൻ്റെ അരികിൽ തന്നെ ഇറക്കിയതിനു ശേഷം പോയതായിരുന്നു രാമേട്ടൻ. എന്തെങ്കിലും വിവരം കിട്ടിയതിനാൽ വിളിച്ചതാകുമെന്ന് തോന്നിയിരുന്നു. പെട്ടെന്ന് അവൻ ഫോൺ എടുത്തു. മറുതലക്കിൽ നിന്നും രാമേട്ടൻ പറയുന്ന വാക്കുകൾ കേട്ടപ്പോൾ അവൻ്റെ തല പെരുക്കുന്നത് പോലെ തോന്നിയിരുന്നു അവൻ ആ നിമിഷം.